ഹൂതികളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി ചെങ്കടൽ വഴിയുള്ള യാത്ര റദ്ദാക്കിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നാലെ ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനികളായ മേഴ്സ്കും ഹെപ്പക്ലോയിഡും യാത്ര റദ്ദാക്കുന്ന വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ആഗോള വിപണിയിലും ഗൾഫിൽ പ്രത്യേകിച്ചും പിന്മാറ്റം പ്രതികൂലമായി പ്രതിഫലിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഷിപ്പിംഗ് ലൈനുകളിലെ ഇൻഷുറൻസ് വർധനയും ഇറക്കുമതി വൈകുന്നതും വിലക്കയറ്റത്തിന് കാരണമാകും. ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത്. ഹൂതികളുടെ ആക്രമണം ഭയന്ന ഹെപ്ക്ലോയിഡ് തിങ്കളാഴ്ച വരെയാണ് താൽക്കാലികമായി യാത്ര റദ്ദാക്കിയിരിക്കുന്നത്. എന്നാൽ മേക്സ് എന്ന ലോകത്തിലെ പ്രസിദ്ധ ചരക്കുനീക്ക കമ്പനി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ ചെങ്കടൽ വഴിയുള്ള സർവീസ് നിർത്തിവെക്കുകയാണെന്നാണ് പ്രഖ്യാപിച്ചത്. എണ്ണ ഇന്ധന കയറ്റുമതിക്കുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളിൽ ഒന്നാണ് ചെങ്കടൽ. അതിൽ യമന്റെയും ജിബൂട്ടിയുടെയും അതിരിനിടയിലുള്ള കടലിടുക്കാണ് ബാബ് അൽ മന്ദബ്. 32 കിലോമീറ്റർ വീതിയുള്ള ഈ കടലിടുക്ക് വഴിയാണ് അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുമുള്ള കപ്പലുകൾ ചെങ്കടലിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നിന്ന് നേരിട്ട് ഇസ്രായേലിലേക്ക് എത്താം. ഈജിപ്തിലെ സൂയിസ് കനാൽ വഴി ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള കുറുക്കുവഴിയും ഇതാണ്. പ്രതിവർഷം 17,000 കപ്പലുകൾ അഥവാ ആഗോള വ്യാപാരത്തിന്റെ 10% ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഈ വഴിയില്ലെങ്കിൽ യൂറോപ്പിലെത്താൻ കപ്പലുകൾക്ക് ദക്ഷിണാഫ്രിക്ക വഴി ചുറ്റിക്കറങ്ങി ആഴ്ചകൾ അധികം വേണ്ടിവരും. ക്രിസ്തുമസ് കാലം അടുത്തതോടെ വിപണിയിൽ തിരക്കേറുന്ന സമയമാണ്. ചരക്ക് കപ്പലുകൾ ഈ സമയത്ത് സർവീസ് റദ്ദാക്കുന്നത് യൂറോപ്പിൽ സാധനങ്ങളുടെ ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമാകും. ആക്രമണ ഭയം കാരണം കണ്ടെയ്നറുകളുടെ ഇൻഷുറൻസ് തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുവഴി പോകുന്ന സകല കപ്പലുകളും ഹൂതികൾ നിരീക്ഷിച്ചാണ് വിട്ടയക്കുന്നത്. ഇസ്രായേലിൽ ഉള്ളവർക്ക് നേരെ ആക്രമണം ഉറപ്പാണ്. 2 ദിവസത്തിനിടെ 3 കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി ആക്രമണം ലക്ഷ്യം കണ്ടു. ഒരു മാസത്തിനിടെ ഇസ്രായേലിലേക്കുള്ള 10-ലേറെ കപ്പലുകൾക്ക് ആക്രമണമുണ്ടായി. ഇറാൻ പിന്തുണയുള്ള യമനിലെ വിമതരാണ് ഹൂതികൾ. യമന്റെ തീരപ്രദേശമടക്കം സുപ്രധാന മേഖലകൾ ഇവരുടെ ഭരണത്തിലാണ്. ഹൂതികൾക്കെതിരെ തിരിച്ചടിക്കാൻ US ഉൾപ്പെടെ ഭയക്കുന്നുണ്ട്. ഹൂതികളുമായി സൂക്ഷിച്ച് ഇടപെടാവൂ എന്ന് നേരത്തെ ഇവരുമായി യുദ്ധം ചെയ്ത സൗദി ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗസ യുദ്ധത്തിന്റെ പേരിൽ യമനിൽ US ഇസ്രായേൽ ആക്രമണം നടന്നാൽ ഗൾഫിൽ ഉടനീളം അത് പടരും. ഇതാണ് ഭീതിക്ക് പിന്നിലെ കാരണം. ഇതോടെ ഹൂതികളുടെ ആക്രമണം ചെറുക്കാനുള്ള വഴികൾ തേടുകയാണ് US ഉൾപ്പെടെ ഇസ്രായേൽ അനുകൂല രാജ്യങ്ങൾ. ഇന്നലെ ചെങ്കടലിൽ ലൈബീരിയൻ പതാകയുള്ള ചരക്കു കപ്പലിന് ആക്രമണത്തിൽ തീപിടിച്ചിരുന്നു. മിസൈലോ ഡ്രോണോ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. അൽ ജസ്ല എന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അൽ ജസ്ല പ്രവർത്തിക്കുന്ന ഹപ്പാക്ലോയിഡ് എന്ന കമ്പനിക്ക് ഇസ്രായേലിലെ അഷ്ദോദ, ഹൈഫ, തെൽ അവീവ് എന്നിവിടങ്ങളിൽ ഓഫീസുകളുണ്ട്. എന്നാൽ ആക്രമണത്തിൽ ഹൂതികൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഗസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം 7 കപ്പലുകൾക്ക് നേരെയാണ് ഇതുവരെ ആക്രമണമുണ്ടായത്.